വിളഞ്ഞ മുന്തിരി വിളവെടുപ്പിന് പാകമാകുന്നതും കാത്തിരിക്കുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. രാവിലെയും രാത്രിയുമാണ് നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കാറ്. ഇവിടെ അത് ഒരു 7-8 ബക്കറ്റ് വെള്ളം ഒഴിക്കും. അത് നല്ല രീതിയിൽ മണ്ണൊലിക്കാത്ത രീതിയിലാണ് നമ്മളിവിടെ ഒഴിക്കുന്നത്. അതിന് മതിയാവോളം ഒഴിച്ച ശേഷം ബാക്കിയുള്ള പച്ചക്കറികൾക്ക് ഇതുമൂലം ഒഴിക്കുന്നുണ്ട്. ഉണങ്ങിയ ഇലയും പിന്നെ ചെറിയ ചെറിയ കീടങ്ങൾ വന്ന് ഇലകൾ കടിച്ചു തിന്നുന്ന ആ ഇലകളും മുറിച്ച് കളയാറുണ്ട്. കമ്പം, തേനി പ്രദേശങ്ങളിൽ വിളയുന്ന മുന്തിരി ഇനമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ശാസ്ത്രീയ കൃഷിരീതി അവലംബിച്ച് ശരിയായ പരിചരണം നൽകിയാൽ മുന്തിരി മാത്രമല്ല അന്യസംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന പലതരം ഫലവൃക്ഷങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് വിളയിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് ഇവിടെ വിളഞ്ഞു പാകമായ ഈ മുന്തിരിക്കുലകൾ. കൃഷിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിത്തുകളുമൊക്കെ വാങ്ങുന്നതിനോടൊപ്പം ഇങ്ങനെ മുന്തിരിയുടെ 2 വള്ളികൾ വാങ്ങിക്കൊണ്ടുവരികയും അത് ഒരു പരീക്ഷണാർത്ഥം നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. പിന്നെ അതിനാവശ്യമായ വെള്ളവും വളവും പിന്നെ ഒക്കെ നൽകി ഇപ്പോൾ ഒരു 1.5 വർഷത്തിനുള്ളിൽ നല്ല ഫലമുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിയുണ്ടായി. 1.5 വർഷം മുൻപാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മുന്തിരി തൈകൾ ഇവിടെ വെച്ചുപിടിപ്പിച്ചത്. ജൈവവളം മാത്രമാണ് ഇവർ ഉപയോഗിച്ചത്. 17 മാസം കൊണ്ട് മുന്തിരിക്കുലകൾ കായ്ച്ചു തുടങ്ങി. 30ഓളം മുന്തിരിക്കുലകളാണ് വിളഞ്ഞു പാകമായിക്കൊണ്ടിരിക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ മാരകമായ വിഷാംശങ്ങൾ ചേർത്ത് വിളയിച്ചെടുക്കുമ്പോൾ ഇവിടെ 80ഓളം കുരുന്നുകൾ താമസിക്കുന്ന ഈ അഗതി മന്ദിരത്തിൽ അവരുടെ നിത്യോപയോഗത്തിന് ആവശ്യമുള്ള പച്ചക്കറികളും കൃഷി ചെയ്തെടുക്കുന്നു. നിരവധി പരിമിതികളുണ്ടെങ്കിലും സ്വയം കൃഷി ചെയ്ത് മികച്ച വിളവെടുപ്പ് നടത്തി മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ് കൊല്ലത്തെ ഇർഷാദിയ അനാഥ മന്ദിരത്തിലെ കുട്ടികൾ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.